ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹർജിക്കാരൻ കക്ഷിയല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഹർജിക്കാരൻ ഹേമ കമ്മീഷന് മുമ്പാകെ ഹാജരായിട്ടില്ല. വിവരാവകാശ കമ്മീഷൻ അറിയിക്കുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവിടാനിരിക്കെയാണ് ഹർജി. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ഹർജിയുമായൊരു സിനിമാ നിർമ്മാതാവ് പുറത്തുവിടരുത് എന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത്. എന്തൊക്കെയാണ് വ്യവഹാരങ്ങളുടേതടക്കം പുതിയ വിവരങ്ങൾ? അതായത് ആ കോടതിയിൽ നിന്ന് ഹർജി എത്തി ഏതാണ്ട് ഒരു 12:45 ഹർജിയിൽ കുറച്ച് വാദം കേട്ടു. ജസ്റ്റിസ് PM മനോജ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേസ് കേട്ടത്. അതിനുശേഷം ഇപ്പോൾ പിരിഞ്ഞു. ഇനി 1:45 വീണ്ടും കോടതി ആ കേസ് തന്നെ എടുത്ത് ബാക്കി വാദം കേൾക്കും. പ്രധാനമായി രണ്ടു കൂട്ടരെയും വാദം പ്രാഥമികമായി ഇന്ന് കേട്ടു എന്ന് പറയുന്നതിനകം തന്നെ വിവരാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട വാദം, ഇയാൾക്ക് ഈ ഹർജിയുമായി വരാൻ തന്നെ ഒരു അധികാരവും അവകാശവും ഇല്ല. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയേ അല്ല. ഇതാണ് വിവരാവകാശ കമ്മീഷന്റെ ഒരു വാദം. മാത്രമല്ല, ഇയാൾ ഈ കമ്മീഷന്റെ മുമ്പാകെ ഹാജരായ ആളെ അല്ല. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും കക്ഷിയാകാത്ത ഒരാൾക്ക് എങ്ങനെ ഇതിൽ ഹർജി നൽകാൻ കഴിയും? അതുകൊണ്ട് ഈ ഹർജി തന്നെ നിയമപരമായി നിലനിൽക്കുന്നില്ല. ഇതിലൊരു പൊതു താല്പര്യമില്ല. കാരണം വ്യക്തികളുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രമാണ്. വ്യക്തിപരമായ പരാതികളും വ്യക്തിപരമായ ഇൻസിഡൻസും മാത്രമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് പൊതു താല്പര്യമില്ല. അതുകൊണ്ട് പൊതു താല്പര്യം എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഈ ഹർജി തന്നെ നിലനിൽക്കില്ല. ഹർജിക്കാരൻ മറ്റാർക്കോ വേണ്ടിയാണ് സംസാരിക്കുന്നത്, മറ്റാർക്കോ വേണ്ടിയാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്നൊരു ആരോപണം കൂടി കോടതിയിൽ വാദത്തിനിടെ വിവരാവകാശ കമ്മീഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തു. മാത്രമല്ല, സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തുവിടാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സ്വകാര്യതാ ലംഘനം ഇതിനകത്ത് ആരോപിക്കാൻ കഴിയില്ല. സ്വകാര്യത ലംഘിക്കപ്പെടുന്നു എന്ന് പറയുന്ന 60-ലധികം പേജുകൾ ഒഴിവാക്കാൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഹർജിയിൽ ഒരു കാര്യമില്ല, ഒരു ബേസ് ഇല്ല എന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷന്റെ വാദം. അതുകൊണ്ട് തന്നെ ഈ ഹർജിക്കാരൻ പറയുന്നത് പൊതു താല്പര്യമല്ല എന്നാണ്. പൊതു താല്പര്യമല്ല എന്ന് കാട്ടി തന്നെയാണോ ഈ ഹർജിയിൽ അദ്ദേഹം വാദം ഉന്നയിക്കുന്നത്? അതായത് ഇതിനകത്ത് ചില സ്വകാര്യ താല്പര്യങ്ങൾ മാത്രമേ ഇയാൾക്കുള്ളൂ എന്നുള്ളതാണ് വാദം. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് ഈ ഹർജിക്കാരൻ ചില സ്വകാര്യ താല്പര്യങ്ങളാണ്, മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നു. ഇയാൾ ഒരു ഘട്ടത്തിലും ഇതിൽ കക്ഷിയായിട്ടുള്ള ആളല്ല. ഇയാൾ കമ്മീഷന് മുമ്പായി ഹാജരായിട്ടില്ല. കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരു ഘട്ടത്തിലും ഇയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെന്ന പൂർവ്വം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഇയാൾക്ക് ഏതെങ്കിലും ഇതിൽ നിയമപരമായി താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഹർജി തന്നെ നിലനിൽക്കില്ല. മാത്രമല്ല, സ്വകാര്യതയെ ഹനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വിടണ്ട എന്ന് കമ്മീഷന്റെ ഉത്തരവിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സ്വകാര്യതാ ലംഘനം എന്ന വാദത്തിൽ കഴമ്പില്ല. ഇതാണ് കമ്മീഷന്റെ വാദം. തുടർന്ന് ഈ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവിന്റെ വാദവും നടന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതിൽ ഒരു പൊതു താല്പര്യമില്ല എന്നുള്ളതാണ്. പബ്ലിക്കിന് താല്പര്യമുള്ള ഒരു ഇഷ്യൂ അല്ല ഇത്. അതുകൊണ്ട് പുറത്തു വിട്ടിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ളവരുടെ ഭാഗം ഇവർ കേട്ടിട്ടില്ല. വിവരാവകാശ കമ്മീഷൻ ഈ ഉത്തരവിടുന്നതിന് മുമ്പ് ഈ പേരുള്ളവരുടെ ഭാഗം കേട്ടിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട വാദമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. പലരുടെയും പേര് ഇതിലുണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ. അത് മാത്രമല്ല, ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പകർപ്പ് നൽകണമെന്ന ആവശ്യം ആദ്യഘട്ടത്തിൽ നിരസിച്ചിരുന്നല്ലോ. അതും ഈ ഹർജിക്കാരൻ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന്. മാത്രമല്ല, ഈ റിപ്പോർട്ടുമായി ബന്ധമില്ലാത്തവരാണ് പകർപ്പിനായി അപേക്ഷ നൽകിയിരിക്കുന്നതെന്നും ഹർജിക്കാരന്റെ വാദങ്ങളിൽ പറയുന്നു. വാദം പുരോഗമിക്കുകയാണോ? അല്ല, വാദം അല്പം മുമ്പ് പൂർത്തിയായിട്ടില്ല. ഉച്ചയ്ക്ക് മുമ്പുള്ള ഘട്ടം പൂർത്തിയായി. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇതേ ബെഞ്ച് സിറ്റിംഗ് തുടരുമ്പോൾ ബാക്കി വാദം കേൾക്കും. അല്ലെങ്കിൽ കോടതി ഒരു ഇന്റരീം ഓർഡർ, ഇടക്കാല ഉത്തരവ് പറഞ്ഞേക്കാം, അങ്ങനെ അവസാനിപ്പിച്ചേക്കാം. ഇയാൾ പറയുന്ന വാദങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് ഇത് മുമ്പ് പരിഗണിച്ചതാണ്. കമ്മിറ്റി റിപ്പോർട്ട് നൽകി 2019 5 വർഷത്തിനിപ്പുറം വിവരങ്ങൾ പുറത്തു വിടണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല, മുമ്പ് ഈ ആവശ്യം ഈ കമ്മീഷൻ തന്നെ നിരസിച്ചതാണ്. ഇപ്പോൾ അതിൽ നിന്ന് ഭിന്നമായൊരു സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹർജിക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടു ഭാഗവും വളരെ വിശദമായ വാദം നടന്നു. അതിനിടയ്ക്ക് ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യം, ഹർജിക്കാരന്റെ സ്വകാര്യതയെ ഹനിക്കുന്ന ഘടകങ്ങളും ഇതിലുണ്ട് എന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. അതെന്ത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമായിട്ടില്ല. അങ്ങനെ വിശദമായി പറഞ്ഞതുമില്ല. ഹർജിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം അതാണ്, തന്റെ കക്ഷിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ ഇതിലുണ്ട് എന്ന്
സൈബി ജോസ് കിടങ്ങൂറാണ് ഹർജിക്കാരന് വേണ്ടി ഹാജരായത്. ഇറ്റ് എഫക്ട്സ് മൈ റൈറ്റ്സ് ടു പ്രൈവസി എന്നൊരു വാദമാണ് കോടതി മുമ്പാകെ ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അയാളുടെ സ്വകാര്യതയും ബാധിക്കുന്ന ഘടകം ഇതിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് റിപ്പോർട്ട് പുറത്തു വന്നാലേ നമുക്ക് പറയാം. കോടതി അതിനെക്കുറിച്ച് കമന്റ് പറഞ്ഞു. വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.